Hi all, welcome to I Plus. ഞാൻ അക്ഷര. കേട്ടഡ് 1 and 2 EVS പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. EVS ഈസി ആണെന്ന് പറഞ്ഞ് പലരും സ്കിപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ എക്സാം ഹാളിൽ എത്തുന്ന ടൈമിൽ എന്താണ് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്ന പാറ്റേണൊക്കെ നോക്കി പഠിക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയാലോ? തീർച്ചയായിട്ടും ഇത്ര ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് കൃത്യമായിട്ട് കണ്ടെത്താൻ സാധിച്ചു എന്ന് കമൻറ്റ് ചെയ്യാം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഒരു വർഷത്തിൽ എത്ര സമരാത്ര ദിനങ്ങളുണ്ട്? ഒരു വർഷത്തിൽ എത്ര തവണയാണ് സമരാത്ര ദിനങ്ങൾ ഉണ്ടാവുന്നത്? ഓപ്ഷൻസ് 1, 2, 3, 4. ഒരു വർഷത്തിൽ എത്ര പ്രാവശ്യം സമരാത്ര ദിനങ്ങൾ ഉണ്ടാവുന്നുണ്ട്? 2 തവണയാണ് സമരാത്ര ദിനങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേരെയാകുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും തുല്യ അളവിൽ സൂര്യപ്രകാശം ലഭിക്കുന്നു. അപ്പം നമുക്കറിയാലോ 2 ഹെമിസ്ഫിയർ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള കാര്യമൊക്കെ നമുക്കറിയാം. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേർക്ക് വരുന്ന ആ ഒരു ടൈമിൽ എന്ത് സംഭവിക്കുന്നു? ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും 2 ഭാഗത്തും എന്താണ് ഒരേ അളവിൽ സൂര്യപ്രകാശം ലഭിക്കുന്നു. അങ്ങനെ വരുമ്പോൾ എന്താണ് ഈ അവസ്ഥ വർഷത്തിൽ 2 തവണയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അവിടെ എന്ത് കാണും? സമരാത്ര ദിനങ്ങളാണ് നമുക്കവിടെ ഉണ്ടാവുക. മാർച്ച് 21 വസന്ത സമരാത്രമാണ്, വെർണൽ ഇക്വിനോക്സ് എന്നാണ് നമ്മൾ അതിനെ പറയുക. സെപ്റ്റംബർ 23 ശരത് സമരാത്രമാണ്, ഓട്ടംനൽ ഇക്വിനോക്സ് എന്നാണ് അതിനെ പറയുക. അതൊക്കെ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ അതാണ്. അപ്പം നമ്മൾ ചോദ്യത്തിൻ്റെ ഉത്തരം എന്തായിരുന്നു? 2 സമരാത്ര ദിനങ്ങളാണ് ഒരു വർഷത്തിൽ ഉണ്ടാവുക. വേണമെങ്കിൽ നമ്മൾ എന്താണ് കൺഫ്യൂസ് ചെയ്യാനായിട്ട് ഒരു ലീപ്പ് ഇയറിൽ എത്ര സമരാത്ര ദിനങ്ങൾ ഉണ്ടാവും എന്നൊക്കെ ചോദിക്കാം. അങ്ങനെ വന്നാലും എന്താണ് നമ്മുടെ ഉത്തരം ഇത് തന്നെയായിരിക്കും വരിക. അപ്പം പല രീതിയിൽ ചോദ്യങ്ങൾ വന്നാലും ബേസിക് കൺസെപ്റ്റ്സ് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആൻസർ കണ്ടെത്താൻ സാധിക്കും. അടുത്ത ചോദ്യം, തെറ്റായ ജോഡി ഏത്? ഏപ്രിൽ 22 ലോക ഭൗമദിനം, മെയ് 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം, മാർച്ച് 22 ലോക വനദിനം, സെപ്റ്റംബർ 16 അന്താരാഷ്ട്ര ഓസോൺ ദിനം. അപ്പം നോക്കിക്കുക, നമുക്കിപ്പോൾ എല്ലാ ദിവസങ്ങളും കാണാതെ പഠിക്കാൻ പറ്റില്ല. എന്നിരുന്നാലും ചില ദിവസങ്ങളൊക്കെ എന്താണ് നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും. കാര്യം ന്യൂസ് പേപ്പറിലൊക്കെ വരാറുണ്ട്. അപ്പോൾ റീസെൻ്റായിട്ട് നമ്മൾ എന്തായാലും ന്യൂസ് പേപ്പർ ഒന്ന് ഓടിച്ചെങ്കിലും നോക്കുന്നവരാണല്ലേ. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ വരുമ്പോഴത്തേക്ക് ഏകദേശം ഏത് സമയത്ത് വരുന്നു എന്നൊക്കെ നമ്മൾ നോക്കി വെക്കാറുണ്ട്. കുറേ വട്ടം ഇതിങ്ങനെ കേട്ട് വരുമ്പോൾ നമ്മളത് പഠിക്കും. ഓക്കെ, അപ്പം അത്തരത്തിൽ സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു ദിനമാണ് ഈ കൂട്ടത്തിൽ തെറ്റായിട്ട് കൊടുത്തേക്കുന്നത്. എന്താണ് ഇവിടെ തെറ്റ്? ഭൗമദിനമാണോ, അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമാണോ, ലോക വനദിനമാണോ, അന്താരാഷ്ട്ര ഓസോൺ ദിനമാണോ? ഇവിടെ തെറ്റായിട്ട് കൊടുത്തേക്കുന്നത് എന്താണ്? ലോക വനദിനം മാർച്ച് 22 കൊടുത്തേക്കുന്നത്. ശരിക്കും എന്താണ് ലോക വനദിനം എന്ന് പറയുന്ന മാർച്ച് 21. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ കള്ളിമുൾ ചെടിയുടെ വിഭാഗത്തിൽ പെടുന്ന ചെടി ഏതാണ്? കള്ളിമുൾ ചെടിയുടെ വിഭാഗത്തിൽ പെടുന്ന ചെടി ഈ കൂട്ടത്തിൽ ഏതാണ്? നിശാഗന്ധി, ഇലമുളച്ചി, കറിവേപ്പ്, പേര. ഇലമുളച്ചിക്ക് മറ്റൊരു പേരുണ്ട്, എന്താണ്? ബ്രയോഫില്ലം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ് കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ പറഞ്ഞിട്ടുള്ള പേരുകളൊക്കെയാണ്. അപ്പോൾ ഇതിനൊക്കെ കാണുമ്പോൾ എന്ത് ചെയ്യാം? പെട്ടെന്ന് നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കണം. പലരും ചോദിക്കുന്നതാണ് SCERT ടെക്സ്റ്റ് ബുക്കുകൾ മൊത്തം പോയി കാണാപ്പാഠം പഠിക്കണം. അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ഒരു കേറ്റൻ്റെ ടോപ്പിക്സ് എന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും ഈ ഒരു ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നും പറഞ്ഞ് ടെക്സ്റ്റ് ബുക്ക് കാണാതെ പഠിക്കേണ്ട ഒരു പരീക്ഷയല്ല കേറ്ററ്റ് എന്ന് പറയുന്നത്. കൺസെപ്റ്റുകൾ അറിഞ്ഞിരുന്നാൽ മതി. നമ്മുടെ ക്ലാസ്സുകളിലാണെങ്കിലും എന്തൊക്കെയാണോ ആവശ്യമുള്ളത് മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് പഠിച്ചാൽ മതി. പിന്നെ പലർക്കും വരുന്നൊരു സംശയമാണ് ടെക്സ്റ്റ് ബുക്ക് മാറുന്നു. ടെക്സ്റ്റ് ബുക്ക് മാറുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? പിന്നെ പുതിയ ടെക്സ്റ്റ് ബുക്ക് വാങ്ങി പഠിക്കണോ? ടെക്സ്റ്റ് ബുക്ക് മാറിയാലും കണ്ടന്റ് സെയിം തന്നെയാണ്. അത് അവതരിപ്പിക്കുന്ന രീതിയിൽ വ്യത്യാസം വന്നു എന്നേ ഉള്ളൂ. കുറച്ചും കൂടെ എന്താണ് ലേണർ സെൻട്രിക്കാണ്, ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടൊക്കെയാണ് ടെക്സ്റ്റ് ബുക്ക് മാറിയത്. അല്ലാതെ പഠിക്കാനുള്ള കൺസെപ്റ്റുകൾ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ കേറ്ററ്റിന് വേണ്ടി പഠിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു വിധത്തിലുള്ള നഷ്ടം നമുക്ക് വരത്തില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്താ വരിക? ഇലമുളച്ചി ബ്രയോഫില്ലമാണ് കള്ളിമുൾ ചെടിയുടെ വിഭാഗത്തിൽ പെടുന്ന ഒരു ചെടി. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ നട്ടലുള്ള ജീവി. അപ്പോൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് ഈ ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ എവിടെയോ കേട്ടിട്ടുണ്ട്, എവിടെയല്ല, ചെറിയ ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ എന്താണ് ഒന്ന് ഓടിച്ച് വായിച്ചാൽ തന്നെ നമുക്ക് കിട്ടും. ഇനി എല്ലാം കൂടെ ഓടിച്ച് വായിക്കാനുള്ള നേരമില്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കൃത്യമായിട്ട് വേണ്ട പോയിന്റ് മാത്രമായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി പോയാൽ മതി. കടൽ കുതിര, നക്ഷത്ര മത്സ്യം, കടൽ വെള്ളരിക്ക, കടൽ ചേനം. ഈ പറയുന്നവയിൽ നട്ടലുള്ള ജീവി എന്ന് പറയുന്നത് എന്താണ്? കടൽ കുതിരയാണ് നട്ടലുള്ള ജീവി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, പൊള്ളലേറ്റാൽ നൽകേണ്ട പ്രഥമ ശുശ്രൂഷ. ഫസ്റ്റ് എയ്ഡ് എന്നൊക്കെ പറയുന്ന സംഗതി നമ്മൾ ഈ ഒരു കാര്യം പഠിക്കുന്നു,
പഠിപ്പിക്കുന്നു, എല്ലാം ശരിയാണ്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്തൊട്ടും തന്നെ പാനിക് ആവാതെ ടീച്ചർ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, വേണ്ട വിധത്തിലുള്ള ആ ഒരു ഫസ്റ്റ് എയ്ഡ് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമുക്കിതൊക്കെ ചെയ്യാൻ അറിയാവോ എന്നളക്കുന്ന ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കത്തില്ലേ? അപ്പം എന്തെങ്കിലും ഒരു കാഷ്വാലിറ്റി വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ എന്ത് ചെയ്യണം, അതിന് വേണ്ട തക്കതായിട്ടുള്ള ആ ഒരു സ്വീകരിക്കേണ്ട നടപടി എന്തെന്ന് തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം അതൊക്കെ ചോദിക്കാറുമുണ്ട്. ഇപ്പം എന്താണ്, ഒരു കുട്ടിക്ക് പൊള്ളലേൽക്കുകയാണെങ്കിൽ ടീച്ചർ പെട്ടെന്ന് അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് പാനിക് ആവാതെ എന്താണ് അപ്പോൾ എടുക്കേണ്ട ആ ഒരു പ്രഥമ ശുശ്രൂഷ ഉണ്ടല്ലോ അത് കൊടുക്കാം. അതെന്താണ്? ഉപ്പ് വെള്ളത്തിൽ കഴുകുക, നെയ്യ് പുരട്ടുക, സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക, 10-15 മിനിറ്റ് സാധാരണ ജലം ഒഴിക്കുക. അപ്പോൾ ഈ പൊള്ളലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? അപ്പോൾ തന്നെ അത് തണുപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു പൊള്ളലേറ്റ ഭാഗത്ത് തീർച്ചയായിട്ടും വെള്ളം ഒഴിക്കണം. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അങ്ങനെ വരുമ്പോൾ 2 ഓപ്ഷനാണുള്ളത്, 3 ഓപ്ഷനുണ്ട്. ഉപ്പ് വെള്ളത്തിൽ കഴുകും, ഉപ്പ് വെള്ളത്തിൽ കഴുകേണ്ട കാര്യമുണ്ട്? ഇല്ല. പിന്നെ എന്താണ്, സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകേണ്ട കാര്യമില്ല. സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുന്ന എപ്പോഴാണ്? നായയുടെയൊക്കെ കടി ഏറ്റ് കഴിഞ്ഞാൽ അപ്പോൾ അവിടെ പറയും. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു ഉമിനീര് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യണം, അതിനെ മാക്സിമം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സോപ്പും വെള്ളവും ഉപയോഗിച്ച് കുറേ നേരം കഴുകേണ്ടി വരും. പിന്നെ പൊള്ളലേറ്റ് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 10-15 മിനിറ്റ് സാധാരണ ജലം ഒഴിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ ഐസൊന്നും എടുത്ത് വെക്കണമെന്നില്ല, സാധാരണ ജലം ഉണ്ടല്ലോ, ടാപ്പ് വാട്ടർ. അപ്പോൾ അതിലേക്ക് എന്ത് ചെയ്യുക, ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ ഒരു തണുക്കുന്ന രീതിയിൽ ആ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കും. പലരും പറയാറുണ്ട് നെയ്യ് പുരട്ടുക, പേസ്റ്റ് പുരട്ടുക. അതൊന്നും ചെയ്യാൻ പാടില്ല. അത് കൂടുതൽ എന്ത് ചെയ്യും, ഈ പൊള്ളലിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ചിലർ പറയും തേൻ പുരട്ടാം. തേനെന്ന് പറയുന്നത് ശുദ്ധമായ തേനാണെങ്കിൽ പുരട്ടാമെന്ന് വൈദ്യന്മാർ പറയുന്നു. പക്ഷേ എന്താണ്, എത്രമാത്രം ശുദ്ധത നമുക്കിപ്പോൾ ലഭിക്കുന്ന തേനിലുണ്ടെന്ന് നമുക്ക് അറിയില്ല. അവിടെ നമുക്ക് ഏറ്റവും സേഫായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്താണ്, ഈ പറയുന്ന പോലെ എന്ത് ചെയ്യുക, സാധാരണ ജലം ഒഴിക്കുക എന്നതാണ് കൊടുക്കാൻ കഴിയുന്ന പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഓരോന്നിനും ഇതൊക്കെ എന്താണ്, നമ്മൾ B.Ed.നാണെങ്കിലും TTC-ക്കാണെങ്കിലും പഠിക്കുക, റെക്കോർഡ് എഴുതിയൊക്കെ ചെയ്തതാണ്. പക്ഷേ ഒരു ആപ്ലിക്കേഷൻ ലെവലിലോട്ട് വരുമ്പോൾ നമുക്ക് ചെയ്യാൻ അറിയുമോ എന്ന് അളക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ വരും. ഈ ചോദ്യങ്ങൾ ഉത്തരം പഠിച്ചു വെച്ചാൽ മാത്രം പോരാ, ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, പെരുമാറുകയും ചെയ്യണം. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ EVC-ന്ന് ചോദിക്കാറുണ്ട്. കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഫസ്റ്റ് എയ്ഡ് എന്നുള്ള ഏരിയ പലതവണ റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ട് കാണാം. അപ്പോൾ അതൊക്കെ എന്താണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്, നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമുക്ക് തീർച്ചയായിട്ടും മറ്റൊരു സെക്ഷനുമായി വീണ്ടും കാണാം. എത്ര ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് കൃത്യമായി കണ്ടെത്താൻ സാധിച്ചു എന്ന് കമൻറ്റ് ചെയ്യാം. താങ്ക് യു ഓൾ.